Hi all, welcome back to Eduooz Academy. So, in the we will see LE cells and preparation. Okay, so what is LE cells? So, LE cells is Lupus erythematosus, LE in the full form. Okay, so before coming to LE cells, we will SLE cells. SLE is disease. Okay, so SLE is systemic lupus erythematosus. SLE in the full form. Okay, that is an autoimmune disease. SLE that is an autoimmune disease. Okay, autoimmune disease. Okay, so which is characterized or categorized under chronic rheumatic disease. That chronic life long disease. So chronic rheumatic disease. That joints, muscles, other body parts. Okay, systemic systemic blood, the whole over the body. Okay, effective heart, kidney, skin, joints, blood forming organs affecting SLE. So autoimmune disease SLE. So autoimmune disease is immune system work. Foreign particles, foreign agents, virus, bacteria, protect immune system. Jolly, so case SLE that is systemic lupus erythematosus there will be formation of LE factor. Okay, systemic lupus erythematosus diseased condition there will be formation of LE factor. Okay, nammade blood LE factor undav. So this LE factor എന്തുണ്ടാവും നമ്മുടെ സെൽസ് അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഒക്കെ നമ്മുടെ സ്വന്തം സെൽസിനാ നമ്മുടെ സ്വന്തം സെൽസിനാ ഫോറിൻ ഏജൻസ് ആണെന്ന് വിചാരിച്ചിട്ട് അവര് നശിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ, സോ അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. സോ പണ്ട് കാലത്തൊക്കെ LE സെൽസ് ആണ് ഈ SLE സെൽസിന്റെ ഡിറ്റക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, സോ പിന്നീടാണ് ഫർദർ ആയിട്ടുള്ള നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ANA ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. സോ പണ്ട് കാലത്തൊക്കെ LE സെൽസ് ആണ് നമ്മൾ നോക്കാറ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഈ LE എന്താണ് ലൂപ്പസ് എരിത്രോമാറ്റോസിസും SLE ഒരു കണക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. So, നമുക്കൊന്ന് നോക്കാം. SLE is a chronic rheumatic disease which affects joints, muscles and other body parts. So, lupus involves inflammation related to the immune system. അല്ലേ, നമ്മുടെ immune systemത്തിന് എന്തെങ്കിലും type of inflammation that which is responsible for killing foreign agents. അല്ലെ, foreign agents ആയ ബാക്ടീരിയ, വൈറസ് ഇതിനൊക്കെ കില്ല് ചെയ്യാനാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. പക്ഷെ അത് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ഓൺ സെൽസിനെ അവർ അറ്റാക്ക് ചെയ്ത് അങ്ങനെ നശിപ്പിക്കുന്നതാണ്. So systemic lupus, that is SLE, involves chronic inflammation that can affect many parts of the body including heart, lungs, skin, joints, blood forming organs. അല്ലേ, ഇതൊക്കെ എഫക്റ്റ് ചെയ്യാം. നെർവസ് സിസ്റ്റം, കിഡ്നി, ഇതൊക്കെ എഫക്റ്റ് ചെയ്യാം. സോ ഇത് സിസ്റ്റമിക് ലൂപ്പസ് എരിത്രോമാറ്റോസിസ്. സോ അതുപോലെ സിസ്റ്റമിക് ആണ് അല്ലെ, സിസ്റ്റമിക്. സോ ഹോൾ ഓവർ ദ ബോഡി എല്ലാ ഓർഗൻസിനെയും ബ്ലഡ് സെൽസിനെയും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യാം. സോ LE സെൽസ് പറയുമ്പോൾ നിങ്ങൾ SLE ആ ഒരു കണക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. SLE, LE. സോ SLE എന്ന് പറയുമ്പോൾ LE ഓർമ്മ വേണം, LE എന്ന് പറയുമ്പോൾ SLE ഓർമ്മ വേണം. സോ ആ ഒരു കണക്ഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമൊന്നും ഇതിൽ നിന്ന് വരില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിനി. ഓക്കെ, SLE സെൽസിനെ കുറിച്ചിട്ട്. Okay, so എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. So discovery, the LE cells were first discovered in the bone marrow in 1948. Okay, എവിടെയാണ് ഡിസ്കവർ ചെയ്തത്? In the bone marrow. Okay, അതൊന്ന് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. In the bone marrow in 1948. Okay, ആരെ ഡിസ്കവർ ചെയ്ത്? By Malcolm McLachlan Hargreaves, who was a physician and histologist. So എവിടെയാണ് ഡിസ്കവർ ചെയ്തത്? അതൊന്ന് പഠിച്ചു വെച്ചോളൂ. Okay, this discovery was a major step in diagnosing SLE before modern immunological tests were available. So ഞാൻ പറഞ്ഞു ഇതായിരുന്നു ഫസ്റ്റ്
അല്ലെ? ഫസ്റ്റ് നമ്മുടെ ഡയഗ്നോസിംഗ് സ്റ്റെപ്പ് എസ് എൽ ഇന്റെ ഡയഗ്നോസിംഗ് സ്റ്റെപ്പ് ഫസ്റ്റ് ഇതായിരുന്നു, LE സെൽസിന്റെ കൺഫർമേഷൻ. സോ പിന്നീടാണ് ANA ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻ LE സെൽ? സോ ഈ LE സെല്ല് പറഞ്ഞാല് ഇറ്റ് ക്യാൻ ബി എ ന്യൂട്രോഫിൽ ഓർ മാക്രോഫേജ്. ഓക്കെ, സോ ഇത് നന്നായി ശ്രദ്ധിക്കണം. സോ LE സെൽസ് പറഞ്ഞാല് അത് ഒന്നിക്കൽ ന്യൂട്രോഫിൽസ് ആവാം. ഓക്കെ, ന്യൂട്രോഫിൽസ് ആവാം, അല്ലെങ്കിൽ ഒരു മാക്രോഫേജ് ആവാം, ഓർ മാക്രോഫേജ് ആവാം, എന്ത് വേണേലും ആവാം. സോ വൈ ന്യൂട്രോഫിൽസ് ആൻഡ് മാക്രോഫേജ്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ന്യൂട്രോഫിൽസ് ആവാം അല്ലെ മാക്രോഫേജ് ആവാം? വേറെ ഉണ്ടല്ലോ ബ്ലഡ് സെൽസും കാര്യങ്ങളൊക്കെ, വൈറ്റ് ബ്ലഡ്സ്, WBC കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ, ഈസ്നോഫിൽസ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്. വൈ ഓൺലി ന്യൂട്രോഫിൽസ് ആൻഡ് മാക്രോഫേജ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ന്യൂട്രോഫിൽസിനും മാക്രോഫേജിനാണ് എൻഗൾഫിംഗ് പ്രോപ്പർട്ടി ഉള്ളത് അല്ലെ? അങ്ങനെ എൻഗൾഫ് ചെയ്തിട്ട് നശിപ്പിക്കാനില്ല പ്രോപ്പർട്ടി ഉള്ളത് ആയിരിക്കാന്ന്? ന്യൂട്രോഫിൽസിനും മാക്രോഫേജിനും. സോ ഈ LE സെല്ല് പറഞ്ഞാല് ഒരു ന്യൂട്രോഫിലോ ഒരു മാക്രോഫേജോ ആവാം. സോ അവരങ്ങനെ എൻഗൾഫ് ചെയ്തിട്ട് ന്യൂക്ലിയർ മെറ്റീരിയൽ ഓഫ് അനദർ സെൽസ്, ഓക്കെ, വേറൊരു സെല്ലിന്റെ ന്യൂക്ലിയർ മെറ്റീരിയലിനെ അവർ എൻഗൾഫ് ചെയ്യുക ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് LE സെൽ. സോ ഇവിടെ LE സെൽസ് പറയുമ്പോൾ അതൊന്നിക്കലും ന്യൂട്രോഫിൽ ആവാം അല്ലെങ്കിൽ മാക്രോഫേജ് ആവാം. ഓക്കെ, അവരെന്താ ചെയ്യുന്നത്? അവര് ന്യൂക്ലിയർ മെറ്റീരിയലിനെയാണ് എൻഗൾഫ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ലെ, ഡീനേച്ചേർഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ ഓഫ് അനദർ സെൽ എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ദിസ് ഡീനേച്ചേർഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ? അതായത് നമ്മുടെ ഒരു സെല്ല്, ഓക്കെ, ഒരു സെല്ല് അത് ഗ്രാജുവലി അത് നശിച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നെക്രോസിസ് വന്നാൽ അത് നശിച്ചു പോകും അല്ലെ? സോ ആ സെല്ല് നശിച്ചു പോകും, നെക്രോസിസ് സംഭവിച്ചാല്. സോ ദർ DNA അല്ല, അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ല, അവരുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ, സോ അത് അങ്ങ് പുറത്തേക്ക് വരും. ഓക്കെ, സോ ഇത് പുറത്തേക്ക് വന്നിട്ടാവുമ്പോ നമ്മളെ ഈ LE സെൽസ് അല്ലെങ്കിൽ ഈ LE ഫാക്ടറും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഈ എന്താണ് ഈ നമ്മൾ പറഞ്ഞു നമ്മളെ DNA അല്ലെ, DNA അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയലിന് അത് DNAase വെച്ചിട്ട് അതിനൊന്ന് സ്മൂത്തൻ ചെയ്യും. ഓക്കെ, ലൈക്ക് ഡിയോക്സി റൈബോ ന്യൂക്ലിയേസ് വെച്ചിട്ട് അതിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റും. സോ ഈ LE സെൽസ്, അതായത് എന്തെങ്കിലും ഒരു ന്യൂട്രോഫിൽസ് അല്ലെങ്കിൽ സാധാരണ ഒരു ന്യൂട്രോഫിൽസ്, ഓക്കെ, സാധാരണ കേസിൽ ഇല്ല ന്യൂട്രോഫിൽസ്, സാധാരണ നോർമൽ ആയിട്ടുള്ള ന്യൂട്രോഫിൽസും മാക്രോഫേജും ഒക്കെ വരുമ്പോ എന്ത് വിചാരിക്കും? ഇതൊരു ഫോറിൻ പാർട്ടിക്കിൾ ആണ് വിചാരിക്കും അല്ലെ? സോ അവരെന്ത് ചെയ്യും? ഈ LE സെൽസ്, LE ഫാക്ടർ വന്നിട്ടുള്ള ആ ഒരു DNAase വെച്ചിട്ടുള്ള എൻസൈം വെച്ച് നശിപ്പിച്ച് ആ ന്യൂക്ലിയർ മെറ്റീരിയലിന് ഇവര് ഫോറിൻ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? സാധാരണ ന്യൂട്രോഫിൽസ് അല്ലെങ്കിൽ മാക്രോഫേജ് എന്ത് ചെയ്യും? അതിനെ വന്ന് എൻഗൾഫ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ LE സെൽസിൽ സംഭവിക്കുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദിസ് ന്യൂക്ലിയർ മെറ്റീരിയൽ അപ്പിയേഴ്സ് ആസ് എ റൗണ്ട് അല്ലെ, ആസ് എ റൗണ്ട് ഹോമോജീനസ് purple body inside the cell. ഓക്കെ, ഇനി അത് വിഴുങ്ങി അല്ലെ, എന്താണ് എൻഗൾഫ് ചെയ്തു. ഇനി ഇത് എൻഗൾഫ് ചെയ്താൽ അത് എങ്ങനെയാണ് അത് അപ്പിയർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ദിസ് ന്യൂക്ലിയർ മെറ്റീരിയൽ അപ്പിയേഴ്സ് ആസ് എ റൗണ്ട് ഹോമോജീനിയസ് purple body. purple body ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. purple body inside the cell. സോ സാധാ ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് അല്ല മാക്രോഫേജിന്റെ ഉള്ളിൽ ഇതെങ്ങനെയാ നിൽക്കുന്നത്? ഒരു പർപ്പിൾ ബോഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇസ് കോൾഡ് LE ബോഡി. ഓക്കെ, പിന്നെ അവരെന്താ വിളിക്കുന്നത്? LE ബോഡി എന്ന് വിളിക്കും. അല്ലെങ്കിൽ സോ ഇതൊന്ന് പഠിക്കണം, LE ബോഡി അല്ലെങ്കിൽ ഹെമറ്റോക്സിലിൻ ബോഡി. വൈ ഹെമറ്റോക്സിലിൻ ബോഡി? ബിക്കോസ് ഇറ്റ് വിൽ ബി സ്റ്റെയിനിങ് അല്ലെ, പർപ്പിൾ കളർ വിത്ത് ഹെമറ്റോക്സിലിൻ ഡൈ, അങ്ങനെയാണ് അതിന്റെ പേര് വന്നത്. ഓക്കെ, സോ ഇവിടെ കാര്യമായിട്ട് പഠിക്കുന്നത് LE cells. ഏതാണ് LE cells? That can be a neutrophil or macrophage. Okay, that has engulfed the denatured nuclear material of another cells. വേറൊരു സെല്ലിന്റെ DNAase അല്ലെങ്കിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ LE cells എന്ന് പറയുന്നത്. ഓക്കെ, LE cells. പിന്നെ വരുന്നതാണ് LE body. സോ LE body എന്ന് പറഞ്ഞാല് എന്താണ്? ഈ റൗണ്ട് ഹോമോജീനിയസ് പർപ്പിൾ ഇൻസൈഡ് ദ സെൽ. ഒരു സാധാ ഒരു മാക്രോഫേജിന്റെ അല്ലെങ്കിൽ ന്യൂട്രോഫിൽസിന്റെ എന്താണ് സാധാ ന്യൂട്രോഫിൽസും മാക്രോഫേജും തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരെ എൻഗൾഫ് ചെയ്യുന്നത് അല്ലെ? സോ അതിന്റെ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽസും കാര്യങ്ങളും അതിന്റെ ഉള്ളിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ
LE body അല്ലെങ്കിൽ hematoxylin body because അത് ഒരു purple color അല്ലെ, purple color അല്ലെങ്കിൽ hematoxylin dye വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു purple color കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയാണ് ആ hematoxylin body എന്ന് പറയുന്നത്. സോ കണക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, LE body, hematoxylin dye, LE cells, ഓക്കെ, neutrophils, macrophages കാര്യങ്ങളാണ് ഇതിൽ important. Okay, coming to the next one, mechanism of LE cell formation. Okay, the LE phenomenon പറയും. So ഞാൻ പറഞ്ഞു in patients with SLE അല്ലെ, SLE ഉണ്ടാവുമ്പോൾ ആ പേഷ്യന്റിന്റെ ഉള്ളിൽ LE ഫാക്ടർ ഉണ്ടല്ലേ, ആ പേഷ്യന്റിന്റെ ബ്ലഡിൽ LE ഫാക്ടർ ഉണ്ട്. സോ ഈ LE ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് IgG ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. ഓക്കെ, എന്താണ് IgG ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് that can react okay with bodies on nuclear material. ഓക്കെ, അവരെന്ത് ചെയ്യും, അവരുടെ ദിസ് ആന്റിബോഡി, ഇത് ഈ ആന്റിബോഡി അതായത് ഈ IgG പറയുന്ന ആന്റിബോഡി അവരുടെ ഓൺ ന്യൂക്ലിയർ മെറ്റീരിയൽ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അതിന്റെ ന്യൂട്രോഫിൽ ഡാമേജ് ആവുമ്പോൾ, സെൽസ് ഡാമേജ് ആവുമ്പോൾ എന്താണ് അതിന്റെ DNA അല്ലെ, അതിന്റെ ഉള്ളിലത്തെ ന്യൂക്ലിയർ മെറ്റീരിയൽ റിലീസ് ഔട്ട് ചെയ്യും. അപ്പൊ ഈ LE ഫാക്ടർ ബ്ലഡിലെ ഈ LE ഫാക്ടർ പോയിട്ട് ഈ DNA ബൈൻഡ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഡീനാച്ചുറേഷനും കാര്യങ്ങളും നടത്തും. ഓക്കെ, എൻസൈംസ് ആണ്. സോ ഈ LE ഫാക്ടർ പോയി ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ ഡീനാച്ചുറേഷനും കാര്യങ്ങളും നടത്തും. ക്ലിയർ അല്ലേ? സോ നമ്മളിപ്പോ പറഞ്ഞത് LE ഫാക്ടർ, ദെൻ LE സെൽസ്. ഓക്കെ, പിന്നെ വേറൊരു ന്യൂട്രോഫിൽ അല്ലെങ്കിൽ മാക്രോഫേജ് വന്ന് എൻഗൾഫ് ചെയ്താല് എന്തായിരിക്കും അത്, അതെങ്ങനെയായിരിക്കും, എന്ത് കളറിലായിരിക്കും ഉണ്ടാവുക? യെസ്, പർപ്പിൾ ബോഡി കളർ അല്ലെ, പർപ്പിൾ ബോഡി ആയിട്ടുണ്ടാവും. ഇറ്റ് വിൽ സ്റ്റെയിൻ വിത്ത് ഹെമറ്റോക്സിലിൻ ഡൈ, ഹെമറ്റോക്സിലിൻ ബോഡി എന്നും വിളിക്കും. ക്ലിയർ അല്ലേ? സോ ഇത്രയൊക്കെയാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ്, റോൾ ഓഫ് DNAase നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, DNAase എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഒരു എൻസൈം ആണ്. ഓക്കെ, സോ ദ LE ഫാക്ടർ ഓൾസോ ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് എൻ എൻസൈം കോൾഡ് DNAase. സോ ഈ LE ഫാക്ടർ എന്താണ്, ഗ്രാജുവലി അത് ട്രിഗർ ചെയ്യും. LE ഫാക്ടർ ഉണ്ടെങ്കിൽ എന്തായാലും DNAase എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കും അവിടെ. ഓക്കെ, ദിസ് എൻസൈംസ് ബ്രേക്സ് ഡൗൺ ദ DNA ഫോമിങ് എ spherical smooth homogeneous mass. ഓക്കെ, ആ ഒരു DNA ആ ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോമിനെ ഒന്ന് സ്ഫെറിക്കൽ സ്മൂത്ത് ആൻഡ് ഹോമോജീനിയസ് മാസ് ആക്കി മാറ്റും. ആര്? ഡിയോക്സി റൈബോ ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം. നിയർബൈ ന്യൂട്രോഫിൽ ഓർ മൈക്രോഫേജ് ദെൻ ഫാഗോസൈറ്റ്സ് ഓക്കെ എൻഗൾഫ് ചെയ്യും ദിസ് മാസ് ഫോമിങ് ആൻഡ് LE cells. സോ അതാണ് നമ്മുടെ LE cells. ഓക്കെ, ന്യൂട്രോഫിൽ സാധാരണ ന്യൂട്രോഫിൽസ്, മാക്രോഫേജ് അത് ഫോറിൻ പാർട്ടിക്കിൾ ആണ് വിചാരിച്ചിട്ട് അതിനെ എൻഗൾഫ് ചെയ്യും. ഇറ്റ് ഈസ് നോൺ ആസ് ദ LE cells. ഓക്കെ, എൻഗൾഫ് ചെയ്യും. സോ ന്യൂട്രോഫിൽസും മാക്രോഫേജും എൻഗൾഫ് ചെയ്തിട്ട് ദാറ്റ് ഈസ് നോൺ ആസ് ദ LE cells. ഓക്കെ, അതിന്റെ കളറും കാര്യങ്ങളും പഠിച്ചു വെക്കണം. സോ SLE. ഓക്കെ, സോ LE ആൻഡ് SLE കണക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Then SLE is a connective tissue disease that affects most commonly women'സിനെയാണ് എഫക്ട് ചെയ്യുക. പിന്നെ കുട്ടികളിലും കാണാം, ചെറിയ ഏജിലെ കുട്ടികളിലും കാണാം, which is characterized by skin rash, fever, renal, cardiac and vascular lesions, anemia, leukopenia and thrombocytopenia. So ഇതിൽ ബട്ടർഫ്ലൈ ഫേസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ ഒരു റാഷസ് ഇങ്ങനെയായിരിക്കും വരിക. സോ അതിന് നമ്മൾ ബട്ടർഫ്ലൈ ഓക്കെ ബട്ടർഫ്ലൈ ഫേസ് എന്നൊക്കെ പറയും. ഓക്കെ, സോ ആ ഒരു രൂപത്തിലാണ് ഇവിടെ ഇങ്ങനെ ആ ഒരു ഷേപ്പിലാണ് അവരെ റാഷസ് വരിക. സോ ദിസ് ഇസ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് ആണ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ്. സോ സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മളെ ഓൾ ഓവർ ദ ബോഡി അത് എഫക്ട് ചെയ്യും. റുമാറ്റിക് ഫീവർ ആണ്, ക്രോണിക് ഫീവർ ആണ്. ഇതൊക്കെയാണ് ഈ SLE definition പറഞ്ഞാല്. So the LE cell test is a historical hematological test used to help diagnosis systemic lupus erythematosus അല്ലെ SLE by detecting LE cells അല്ലെ LE cells ഉണ്ടെങ്കിൽ എന്താണ് SLE ആണ് കൺഫേം ചെയ്യും. So neutrophils that have phagocytized denatured nuclear material അല്ലെ coated with auto antibodies. So auto സ്വന്തമായിട്ടുള്ള ആന്റിബോഡീസ് വെച്ച് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാഗോസൈറ്റോസിസ് ചെയ്ത്
കാണുന്ന ആ ന്യൂട്രോഫിലിൽ കാണുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹെമറ്റോക്സിലിൻ ബോഡി, പർപ്പിൾ ബോഡി എന്നൊക്കെ പറഞ്ഞു അല്ലെ. സോ ദാറ്റ് ഈസ് ദ എല്ലി സെൽസ്. ഓക്കെ, സോ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ആന്റിബോഡി ഇസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എല്ലി സെൽസ്? ഓപ്ഷൻ എ IgA, ഓപ്ഷൻ ബി IgM, ഓപ്ഷൻ സി IgE ആൻഡ് ഓപ്ഷൻ ഡി IgG. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ അല്ലേ, ഏതായിരിക്കും വരുക? യെസ്, IgG ആണല്ലേ, IgG ആണ് എല്ലി സെൽസിൻ്റെത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽ കോമൺലി ബിക്കംസ് ആൻ എല്ലി സെൽ? ഏത് ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽ ആണ്? ഓപ്ഷൻ എ ഈസ്റ്റോഫിൽ, ഓപ്ഷൻ ബി ബേസോഫിൽ, ഓപ്ഷൻ സി ന്യൂട്രോഫിൽസ് ആൻഡ് ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്സ്. യെസ്, നമുക്കറിയാം എൻഗൾഫിംഗ് പവർ ഉള്ളത് ഏതിനാണ്? ന്യൂട്രോഫിൽസ് ആണല്ലേ. സോ ദ ഓപ്ഷൻ സി ആണല്ലേ ആൻസർ വരുന്നത്. യെസ്, ഓപ്ഷൻ സി ആണ്. സോ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എല്ലി സെൽസും അല്ലെ, എല്ലി സെൽ എന്താണ്, എല്ലി ഫാക്ടർ എന്താണ്, എല്ലി ബോഡി എന്താണ്, കണക്ഷൻ ടു SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് ആയിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, ഓക്കെ, ഏതൊക്കെ എവിടേക്കാണ് എഫക്റ്റ് ചെയ്യുക ഈ ഡിസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, സോ എല്ലാവരും പഠിക്കുക. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.